പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 14 ചൊവ്വാഴ്ച. 2 ശമൂവേൽ 9 അധ്യായം 7 വാക്യം. ദാവീദ് അവനോട്, ഭയപ്പെടണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. ഈ വചനം ദൈവകൃപയുടെ ഹൃദയസ്പന്ദനമാണ്. മനുഷ്യർ മറന്നു പോകുന്നവരെ ദൈവം മറക്കുകയില്ല. ലോകം ഉപേക്ഷിച്ചവരെ ദൈവം അന്വേഷിച്ചെത്തും എന്ന ബോധ്യം സമ്മാനിക്കുന്നു. മെഫീബോശെത്ത് ഒരു രാജകുമാരനായിരുന്നു. എന്നാൽ ഒരു അപകടം അവനെ മുടന്തനാക്കി. അവൻ ലോദബാർ എന്ന നാട്ടിൽ ജീവിച്ചു. പ്രതീക്ഷയില്ലാത്ത ദിവസങ്ങൾ, ഓർമ്മിക്കപ്പെടാത്ത ജീവിതം, ഭാവിയില്ലെന്ന് തോന്നിച്ച നാളുകൾ. പക്ഷേ ഒരു ദിവസം രാജാവായ ദാവീദ് അവനെ അന്വേഷിച്ചു. അതൊരു ശിക്ഷയുടെ വിളിയല്ലായിരുന്നു, കൃപയുടെ വിളിയായിരുന്നു. അവൻ ഭയന്നുകൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ വീണപ്പോൾ ദാവീദ് ആദ്യം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: ഭയപ്പെടേണ്ട. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആദ്യം പറയുന്ന വാക്കും ഇത് തന്നെയാണ്: ഭയപ്പെടേണ്ട. പരാജയങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട, രോഗങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട, ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട, കണ്ണുനീർ വെറുതെയാകുമോ എന്ന് ഭയപ്പെടേണ്ട. കാരണം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ യോഗ്യത അന്വേഷിക്കുന്നില്ല. അവിടുന്ന് തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനുള്ള അവസരമാണ് അന്വേഷിക്കുന്നത്. മെഫീബോശെത്ത് തൻ്റെ കാലുകളെ മാത്രമാണ് കണ്ടത്. ദാവീദ് യോനാഥാനുമായുള്ള ഉടമ്പടിയെ കണ്ടു. നാമും നമ്മുടെ കുറവുകളെ മാത്രം കാണുന്നു. എന്നാൽ ദൈവം ക്രിസ്തുവിലുള്ള നിന്റെ നിത്യസ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് കാണുന്നത്. ഈ വചനത്തിൽ 3 അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്, ഭയത്തിന് പകരം സമാധാനം. ഭയപ്പെടേണ്ട എന്ന വാക്ക് തകർന്ന ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്ന ദൈവത്തിൻ്റെ സ്വാന്തനമാണ്. ഭയത്തിൻ്റെ രാത്രി എത്ര നീണ്ടാലും ദൈവത്തിൻ്റെ ഒരു വാക്ക് മതിയാകും പുതിയൊരു പ്രഭാതം ഉദിക്കാൻ. രണ്ടാമത്, നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുമെന്ന അനുഗ്രഹം. ദാവീദ് പറയുന്നു, ശൗലിൻ്റെ സകല നിലങ്ങളും ഞാൻ നിനക്ക് തിരികെ തരാം. ദൈവം നഷ്ടങ്ങളെ എണ്ണുന്നവനല്ല, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്നവനാണ്. ചിലപ്പോൾ നഷ്ടപ്പെട്ട സന്തോഷം, പ്രത്യാശ, ബന്ധങ്ങൾ, ആത്മീയ തീഷ്ണത ഇവയെല്ലാം ദൈവം വീണ്ടും നൽകും. മൂന്നാമത് ഇവിടെ കാണുന്നു, അടിമയുടെ സ്ഥാനത്തിൽ നിന്ന് മകൻ്റെ മേശയിലേക്കുള്ളതായ ക്ഷണം. നീ എപ്പോഴും എൻ്റെ മേശയിൽ ഭക്ഷണം കഴിക്കും. എത്ര മനോഹരമായ ദൃശ്യം! രാജാവിൻ്റെ മേശയിലിരിക്കുമ്പോൾ മെഫീബോശെത്തിൻ്റെ മുടന്തായ കാലുകൾ മേശക്കടിയിൽ മറഞ്ഞിരുന്നു. അതുപോലെ ദൈവസന്നിധിയിൽ കൃപ നമ്മുടെ കുറവുകളെ മറയ്ക്കുന്നു. നമ്മുടെ മുറിവുകളെക്കാൾ വലിയതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ ഭൂതകാലത്തേക്കാൾ ശക്തമാണ് അവിടുത്തെ കൃപ. നമ്മുടെ ജീവിതം ചിലപ്പോൾ ഇതുപോലെയൊക്കെ തോന്നാം, പ്രത്യാശ പറ്റിയ ഒരു മരുഭൂമിയായി. എന്നാൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മുടെ വിലാസം അറിയാം. അവിടുന്ന് നമ്മെ കണ്ടെത്തും, നമ്മെ ഉയർത്തും, നമ്മെ പേര് വിളിക്കും, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും. പിന്നെ പറയും, ഭയപ്പെടേണ്ട, എൻ്റെ മേശയിൽ നിനക്കൊരു സ്ഥലം ഒരുക്കിയിരിക്കും. ഇന്ന് ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. നാം ഉപേക്ഷിക്കപ്പെട്ടവരല്ല, ദൈവത്തിൻ്റെ കൃപയാൽ അന്വേഷിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യം കൂടുതലായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഭയങ്ങളെ അകറ്റി നിന്റെ കൃപയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. നഷ്ടപ്പെട്ട പ്രത്യാശയും സന്തോഷവും സമാധാനവും ഞങ്ങളിൽ വീണ്ടും പുനഃസ്ഥാപിക്കണമേ. നിന്റെ മേശയിലെ മക്കളായി എല്ലാ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.